ഒരവസരത്തിൽ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ ശേഷിക്കട്ട മനുഷ്യനാണ്, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ ഭാവിയിൽ നിന്നെ കൊണ്ട് സാധിക്കുന്ന നീ കാട്ടിയാൽ മതി, എല്ലാം നിന്നെ കൊണ്ട് സാധിച്ചോളാമെന്നല്ല. കേൾക്കുന്ന സംഭവം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ബുഖാരിയിൽ 7148 നമ്പർ ഹദീസായിട്ടാണ് കണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് നീ ശേഷിക്കട്ട വ്യക്തിയാണ്, അതായത് ശരീരപുഷ്ടിയെ കുറിച്ച് പറയുകയാണ്, തോളൊക്കെ പിടിച്ചിട്ട് നീ ശേഷിക്കട്ട വ്യക്തിയാണ്, നിന്നെ കൊണ്ട് ഭാരിച്ച ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ട് ഭാവിയിൽ ആരെങ്കിലും നിന്നെ അമീറാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നീ ഏറ്റെടുക്കരുത്. കാരണം അതിന് കഴിവ് കൽപ്പില്ല, നിനക്കതിന് പ്രാപ്തിയില്ല, ശാരീരിക പ്രാപ്തി ആയിക്കോളമെന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രജകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ ജീവിക്കുന്നതായ സഹബാക്കളെ ഡോക്ടർമാർക്ക് രോഗിയെ അറിയും പോലെ അറിയുന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെക്കുറിച്ച് പരസ്യമായി അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പലരെക്കുറിച്ചും അറിയിച്ചു കൊടുക്കാറുമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കാൻ പോകുന്ന നേതാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുമുണ്ട്. മുൻകൂട്ടി തന്നെ ഉമർ ഇന്ന രൂപത്തിലുള്ള വ്യക്തിയാണ്, ഇന്ന കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ ഉമറിനെ കുറിച്ച് പറഞ്ഞതുപോലെ റളിയല്ലാഹു തആല അൻഹും ജമീഅൻ ഓരോ സഹാബാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കഴിവ് കൽപ്പന മനസ്സിലാക്കി പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് അബൂദറിനോട് നിങ്ങൾക്ക് അമീറാൻ പറ്റുകയില്ല ഭാവിയിൽ, അഥവാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങളെ വല്ലരും പിടിച്ചിട്ട് ഇമാറത്ത് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. കാരണം ഇന്നഹ അമാന, അത് സൂക്ഷിപ്പ് സ്വത്താണ്, അത് മഹാബാധ്യതയാണ്, അത് മഹാഭാരിച്ച ചുമതലയാണ്, അത് ഏറ്റെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അതേ സമയത്ത് ഇമാറത്ത് എന്ന് പറഞ്ഞാൽ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമ, അത് പരലോകത്തിൽ ഖേദത്തിനും ദുഃഖത്തിനും നിന്ദ്യതയ്ക്കും കാരണമായി തീരുന്നതായ ഒരു മഹാ അപകടമാണ്. എന്ത് നേതൃത്വം? എപ്പോൾ അതിന് അർഹരല്ലാത്തവൻ ഏറ്റെടുത്തതിൻ്റെ ശേഷം ആ ഏറ്റെടുത്തത് പോലെ അത് നിർവഹിക്കാതിരുന്നാൽ, അതിനെ വഞ്ചിച്ചാൽ, ആ ജനങ്ങളെ ചതിച്ചാൽ, അവൻ്റെ കീഴിലുള്ളവരെ ചതിച്ചാൽ എന്നർത്ഥം. അത് ഖിസ്യുൻ വ നദാമ, അത് ദുഃഖത്തിനും ഖേദത്തിനും കാരണമായി തീരും. ഇല്ലാ മൻ അഖദഹ ബിഹഖിഹാ, അതിൻ്റെ അവകാശം നൽകിയവൻ ഒഴിച്ച്, വഅദ്ദല്ലദി അലൈഹി ഫീഹാ, അതിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് അവനിൽ അർപ്പിച്ച ബാധ്യത നിർവഹിച്ചവൻ ഒഴിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഹദീസ് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കുകളിൽ പെട്ടതാണ്. ഈ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രവചനം ലോക മുസ്ലിങ്ങൾക്ക് സകലം ഇത് പാഠമാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് പാഠമാണ്. നമുക്ക് കഴിവുള്ളതായ കാര്യങ്ങൾ അത് നാം നിർവഹിക്കാൻ വേണ്ടി നാം സന്നദ്ധരാവണം, അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കണം, അതിനുവേണ്ടി കച്ചുകെട്ടി പുറപ്പെടണം. യഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഫലപ്രദമായത് എന്തുണ്ട് അത് നീ ചെയ്യാൻ വേണ്ടി